ഹായ് ഗൈസ്, ഞാൻ ആദ്യമായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായി ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മംഗല ബിരിയാണി അച്ചാറാണ്. ബിരിയാണിക്ക് നല്ല അടിപൊളി സൈഡ് ഡിഷാണ് ഇത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതിന് ആവശ്യം കടുക്, ഉലുവ, പൊടികൾ, അച്ചാറിന് ആവശ്യമായ പൊടികൾ, ഈന്തപ്പഴം 10 എണ്ണം അരച്ചത്, ഒരു ബീട്രൂട്ടിന് 1/2 ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. നമുക്കപ്പോൾ തുടങ്ങിയാലോ? ആദ്യം തന്നെ നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് ഞാനിത് സ്വല്പം ചൂടാക്കി വെച്ചിരുന്നതാണ് ചട്ടി. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി നല്ലപോലെ ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യമായി കടുകിടുക, ഉലുവ ഇടുക, കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇത്രയും നമുക്കിടാം. ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ കുറവുകളുണ്ടാകും, എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ, നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലേക്ക് ബീട്രൂട്ട് ഇടുക. ബീട്രൂട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിലേക്ക് ക്യാരറ്റ് ഇടുക, നല്ലോണം ഇളക്കുക. ഇതിലെ ബീട്രൂട്ടും ക്യാരറ്റും അത്യാവശ്യം മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികളിടാം. അച്ചാറിന് ആവശ്യമായ പൊടികൾ നിങ്ങളുടെ അളവിനനുസരിച്ച്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ച ഈന്തപ്പഴം, അല്പം വെള്ളം കൂടി അരക്കണേ. ഞാൻ വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്തതാണ്. നല്ലപോലെ വഴറ്റുക. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചൂടാക്കിയ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്ത് പാചകം ചെയ്യുമ്പോൾ അതിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്യാതിരിക്കാനാണ് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വീഴുന്നുണ്ട്, ആദ്യമായിട്ടായതുകൊണ്ടാണ്. ഇതിൽ ഞാൻ പറയാൻ മറന്നുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, വിനാഗിരി. നമുക്ക് ആവശ്യത്തിന് പുളിക്ക് വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൽ കിടന്ന് നല്ലപോലെ അത് വേവട്ടെ. ബിരിയാണിക്കൊക്കെ പറ്റി നല്ലൊരു അച്ചാറാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഒരുപാട് തെറ്റുകളുണ്ടാകും, കുറ്റങ്ങളുണ്ടാകാം, പറഞ്ഞു തരണം. നമുക്കിതൊരു ഡിഷിലേക്ക് പകർത്തിയാലോ? എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലെ അളവുകളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ.